വളർത്തുമൃഗങ്ങളെ തെരുവിൽ ഉപേക്ഷിക്കുന്നവരുടെ അറിവിലേക്ക്. ഈയിടെ കുവൈറ്റിലെ സയൻറ്റിഫിക് സെൻറ്ററിന് ചുറ്റുവട്ടത്തായി ഒരുപാട് വളർത്തുമൃഗങ്ങളെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണാനിടയായി. ഇതേ തുടർന്ന് ആനിമൽ ആക്ടിവിസ്റ്റായ ഫാരിസ് ഖാലിദ് ഒരു അവയർനെസ് ക്യാമ്പയിന് തുറക്കമിട്ടു. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നടന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഒരുപാട് സുമനസ്സുകൾ ഇത്തരം വളർത്തുമൃഗങ്ങളെ തെരുവിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അവരെ അഡോപ്റ്റ് ചെയ്തു. കുറച്ചധികം പേർ ഇത്തരം മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസും ട്രീറ്റ്മെൻറ്റും കൊടുത്ത് അവരുടെ ജീവൻ രക്ഷിച്ചു. കുറച്ച് കമ്പനികൾ ഇത്തരം ക്യാമ്പയിന് ആവശ്യമുള്ള ഭക്ഷണം കൊടുത്ത് സഹായിക്കുകയും ഒരു വലിയ സംഘം ആളുകൾ ഈ ഒരു ക്യാമ്പയിന് ആവശ്യമായിട്ടുള്ള പ്രൊമോഷൻസ് കൊടുത്തു. അവർ സോഷ്യൽ മീഡിയ വഴി ആനിമൽ ആക്ടിവിസ്റ്റിനെയും പെറ്റ് ലവേഴ്സിലേക്കും ഈ മെസ്സേജ് എത്തിക്കാൻ സഹായിച്ചു. അത് കാരണമാണ് ഈ ഒരു ക്യാമ്പയിൻ ഒരു വൻ വിജയമായി മാറിയത്. ഖാലിദിന് എല്ലാവരോടും പറയാനുള്ള മെസ്സേജ് ഇതാണ്: വളർത്തുമൃഗങ്ങൾക്ക് തന്നെ വേട്ടയാടി ജീവിക്കാനുള്ള കഴിവുണ്ടാവില്ല. മാത്രമല്ല, പുറത്തുള്ള കാലാവസ്ഥയുമായിട്ട് ഒതുങ്ങി ജീവിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരം മൃഗങ്ങൾക്ക് അസുഖം വരാനും ഭക്ഷണം കിട്ടാതിരിക്കാനും വണ്ടി ഇടിക്കാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. ഇത്തരം മിണ്ടാപ്രാണികളെ വഴിയിൽ ഉപേക്ഷിക്കുന്നതിന് പകരം കഴിയുമെങ്കിൽ ഒരു വീട് കണ്ടെത്തി കൊടുക്കാൻ സഹായിക്കണം എന്നാണ് ഫാരിസിന് എല്ലാവരോടും പറയാനുള്ളത്.